മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനു. എല്ലാവർക്കിടയിലായി അവളെ നിലത്തിറക്കി പാട്ടിനൊത്ത് അവളുടെ കൈ പിടിച്ച് മൃദുവായി ചുവടുവെക്കാൻ തുടങ്ങി. ആ നിമിഷമൊക്കെയും അവളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി നോക്കി കാണുകയായിരുന്നു അവനും. പൊട്ടിച്ചിരിയും പാട്ടും ഡാൻസും എല്ലാമായി സന്തോഷത്തിന്റെ തിരമാലകൾ അവിടെ ഒന്നാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ നിധിയുടെ മിഴികൾ മുന്നോട്ട് നീണ്ടതും നിറഞ്ഞ മിഴികൾ തുടക്കം ദുർഗയെയും മുത്തശ്ശിയെയും കാണി സംശയത്തോടെ നോക്കിയവൾ. എങ്കിലും തനിക്കുമ്പിൽ നിൽക്കുന്നവരുടെ സ്നേഹത്തിനും സന്തോഷത്തിനും മുമ്പിലൊന്നും പുറത്തു കാണിക്കാതെ ആ ചിന്തകളെല്ലാം അവൾ പതുക്കെ അടച്ചു വെച്ചു. അശോകിന്റെ കൂടെ പുഞ്ചിരിച്ചു നിൽക്കുന്നവളെ രൂക്ഷമായി നോയിക്കൊണ്ടിരുന്ന സൗഗന്ധി. ആ, നീ ഇതൊക്കെ കണ്ടിവിടെ നോക്കിയിരുന്നു. അവൾ ഈ വീട്ടിൽ അവന്റെ ഭാര്യ എന്നതിനപ്പുറം ഈ കൈലാസത്തിലെ റാണി എന്ന് പറയുന്നതാവും ശരി. അമ്മ എന്താ അവളെ പുകഴ്ത്തി എന്നെ വേദനിപ്പിക്കാമെന്നാണോ? ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞല്ല, ഒരു പരമസത്യം തുറന്നു പറഞ്ഞ. നിന്റെ കാര്യം നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു കുപ്പയിൽ നിന്ന് വന്ന് അവൾ ഇവിടെ റാണിയായിട്ട് കഴിയുന്നു. എല്ലാ സുഖത്തോടെയും ജീവിച്ച നീയോ ഒരു ദരിദ്രവാസിയുടെ കൂടെ. ഇതിൽ പറയും എന്ത് വേണം? അമ്മയെ നിർത്തുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വന്ന അമ്മയുടെ അടുത്ത് നീ കുറ്റപ്പെടുത്തൽ കേൾക്കാനല്ല. അമ്മേ, എനിക്കിനി അങ്ങോട്ട് തിരികെ പോകാൻ വയ്യ. നീ ഇതും പറഞ്ഞാൽ ചെല്ല് എൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അവർ നമ്മളെ കുടുംബത്തോടെ ഈ വീണ്ടും പടിയിറക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? അവർ കൂടെ തന്നെ പോകണം. ഞാൻ പോകണം അമ്മേ. ഒരു ഞെട്ടിലോടെ വിളിച്ചുപോയി സൗഗന്ധി. നീ പോണം, എന്നിട്ട് അവനെ പറ്റുന്നത്ര വെറുപ്പിക്കണം. അവനെ മാത്രമല്ല അവന് തള്ളയും പിന്നെ പെങ്ങളെന്ന് പറയുന്ന ഒരു പിശാചില്ലേ അവളെയും. അങ്ങനെ അവനായിട്ട് തന്നെ നിന്നെ അവിടുന്ന് ഇറക്കി വിടണം. അങ്ങനെ സംഭവിച്ചാൽ അവനായിട്ട് നിന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് നിനക്ക് ഇങ്ങോട്ട് തിരികെ വരാം. എന്ത് വേണം നീ തന്നെ തീരുമാനിക്കുക. തന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് തിരികെ പോകുന്ന മാലിനിയെ ഒരു നിമിഷം നോക്കിയെന്ന് സൗഗന്ധി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചെറിയ ക്ഷീണം തോന്നിയതും ദുർഗയുടെ തോളിൽ ചാരിക്കിടക്കുകയാണ് നിധി. എന്തോർത്ത് തല ഉയർത്തി ദുർഗയുടെ മുഖത്തേക്ക് നോക്കി. അമ്മായി, എന്താ മോളെ? അല്ല, അമ്മായി ഇതിന് നേരത്തെ കരഞ്ഞ് കണ്ണുടക്കുന്നുണ്ടല്ലോ. നിധിയുടെ ചോദ്യം കേട്ട് ദുർഗ അവളുടെ മുടിയിലൂടെ തലോടി. അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ചുംബനം നൽകി. സന്തോഷം കൊണ്ടാ മോളെ. മറ്റെന്തിനേക്കാളും നീ സന്തോഷത്തോടെ കഴിയുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാ ഞാൻ. ആ നിന്റെ മുഖത്ത് ഇത്രയും വലിയ സന്തോഷം കണ്ട് കണ്ണു നിറഞ്ഞു പോയതാ എനിക്ക്. ദുർഗയുടെ വാക്കുകൾ കേൾക്കെ അവരൊന്ന് ഇറുകെ പുണർന്നു അവൾ. അല്ലെങ്കിൽ ഈ അമ്മമാരങ്ങനെയാ. മക്കളുടെ സന്തോഷത്തേക്കാൾ വലുതായിട്ട് എന്താ ഉള്ളേ? എൻ്റെ അമ്മയല്ലേ. ഒരു നിമിഷം അവളിൽ നിന്നും താൻ അവിടെ അമ്മയാണെന്ന് കേട്ടതും ദുർഗയുടെ ചുണ്ടുകൾ വിതുമ്പി. എത്രയൊക്കെ പിടിച്ചിർത്താൻ നോക്കിയെങ്കിലും അതിന് കഴിയാതെ ദുർഗയുടെ ഇരുമിഴികളും സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. ഒപ്പം അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിറകിൽ നിന്ന് ഇതെല്ലാം കേട്ട സത്യന്റെ മിഴികളും ഇറനണിഞ്ഞു. ആരും കാണാൻ നിറഞ്ഞ മിഴികളും തുടച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പിന്തിരിഞ്ഞ് നടന്നു. ആഘോഷങ്ങളെല്ലാം കെട്ടടങ്ങിയതും കുടുംബാംഗങ്ങളെല്ലാം ഓരോരുത്തരായി പോവാൻ തുടങ്ങിയിരുന്നു. പോവാൻ തയ്യാറായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അരുൺ. അല്ല, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? നാളെ പോയാ പോരെ മോനെ? അരുന്ധതിയുടെ ചോദ്യത്തിൽ അരുൺ ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി അവരെ. അല്ല മുത്തശ്ശി, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. ഞാൻ പിന്നൊരു ദിവസം. അത് ഇവിടെ നിന്ന് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അല്ല മുത്തശ്ശി, ഞാൻ എൻ്റെ ലാപ്പെല്ലാം വീട്ടില. എന്നാലും പിന്നൊരു ദിവസം വരാം. ആ, എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല. മോൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, മുത്തശ്ശി പറഞ്ഞു. അരുൺ ഒരു പുഞ്ചിരിയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞു. മുത്തശ്ശി, തന്റെ മുന്നിൽ വന്നൊരു ഇടറിലോടെ വിളിക്കുന്ന സൗഗന്ധിയെ കാണെ എന്താണെന്ന ഭാഗത്തോടെ നോക്കി അരുന്ധതി. എന്താ സൗഗന്ധി? മുത്തശ്ശി, അത് ഞാനിന്ന് പോകുന്നില്ല. അതെന്താ? എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ കൂടാന്നാണോ? അതല്ല മുത്തശ്ശി, ഇന്നൊരു ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യാൻ മോനെ അരുണേ, മോൻ നാളെ ഇങ്ങോട്ട് പോര്. ഒരു ദിവസം അവിടെ നിന്നാ മറ്റന്നാ നിങ്ങൾക്ക് തിരികെ പോവാലോ. നോക്കട്ടെ മുത്തശ്ശി, ഞാൻ നോക്കട്ടെ എന്നല്ല, നാളെ ഇങ്ങോട്ട് നീ വന്നേ പറ്റൂ. ഇനി അതിന് മറുത്തൊന്നുമില്ല. മുത്തശ്ശിയുടെ നിർബന്ധത്തിൽ മറുത്തൊന്നും പറയാൻ കഴിയാതൊന്നും മൂളിക്കൊണ്ട് അശോകിനോട് നിധിയോട് ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. സൗഗന്ധിയുടെ ആശ്വാസത്തോടെ അവൻ പോകുന്ന നോക്കി പുറത്തേക്ക് ഇറങ്ങി. നടന്നു പോകുന്നവനൊരു പുച്ഛത്തോടെ നോക്കി അകത്തേക്ക് പോകാനൊരുങ്ങിയതും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചിരുന്ന ജൂഹിയെ കാണി പിടിച്ചു കിട്ടിയ പോലെ നിന്നവൾ. അരുണെ, നിധി കുറച്ച് നേരത്തെ ഇറങ്ങി. അവിടെ ഒരു റിലേറ്റീവ്സ് ആരോ വന്നിട്ടുണ്ട്. നീ എന്നൊന്ന് ഹോസ്റ്റലിൽ ഇറക്കുമോ? അതിനെന്താടി, വാ കയറ് പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ജൂഹി പുറകിൽ കയറി. അവൻ്റെ ഇരു ഷോൾഡറിലും കൈകൾ വെച്ച് പോകുന്നവളെ കാണെ ദേഷ്യത്തോടെ മുഷ്ടിയിരട്ടി അകത്തേക്ക് പോയി സൗഗന്ധി. എന്തോ ഒരു വല്ലാത്ത പിടിമുറുക്ക് അവളുടെ മനസ്സിനെ വലിഞ്ഞു മുറുക്കും പോലെ. രാത്രി അത്താഴമെല്ലാം കഴിച്ച ശേഷമാണ് ദുർഗയും സത്യനെല്ലാം തിരികെ പോയത്. നിധിയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ആഗ്രഹം പറഞ്ഞെങ്കിലും അശോക് അതിനെ പാടെ എതിർത്തു. ഈ കാര്യത്തിൽ അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അല്പ നിരാശയോടെയാണ് ദുർഗയും സത്യനും യാത്ര പറഞ്ഞിറങ്ങിയത്. ഒന്ന് ഫ്രഷായി ഇറങ്ങിയതും മുന്നിൽ തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്ന അശോകിനെ കാണെ നിധി ഒരു പുഞ്ചിരിയോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, എന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് നോക്കിപ്പോയതല്ലേ. അയ്യടാ, എന്നാടി ഞാൻ പറഞ്ഞ സത്യമല്ലേ?
നീ ഒരു അമ്മയാവാൻ തുടങ്ങിയപ്പോ നീ ഒന്നുകൂടെ മിനിങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് പറയുന്നതോടൊപ്പം ബാംഗ്ലൂർ വെച്ച് തന്നെ മുന്നിൽ ഉറഞ്ഞു തുള്ളുന്നവളെന്ന് ഓർത്തു അശോക്. ചുണ്ടിൽ മുട്ടിയിട്ട് ഒരു ചെറു ചിരിയോടെ അശോക് അവളെ നോക്കിക്കൊണ്ടിരുന്നു. പറ അശോക്, അതിനു മേലെ കാണാൻ കൊള്ളില്ലായിരുന്നോ? അങ്ങനെ ചോദിച്ചാ ആ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ തല തെറിച്ചൊരു മറുതയുടെ സ്വഭാവമായിരുന്നു എനിക്ക്. അതെ മിസ്റ്റർ അശോക് ഗുപ്ത, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദൈവം ഒരു പുരുഷന് പെണ്ണിനെ നിയമിച്ചതേ അവന്റെ വാരിയിൽ കൊണ്ടാണെന്നൊക്കെയാ പറയാറ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശരീരത്തിന്റെ എല്ലാ ഗുണങ്ങളും തന്നെയല്ലേ എനിക്കും. ഞാൻ മറുതയാണെങ്കിലേ അശോക് അതിനും കൂടിയാനായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി എന്റെ ഭർത്താവ് ഓർക്കുന്നതല്ലോ, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അല്പം ഗമയോടെ അതിലേറെ കുശുമ്പോടെ പറയുന്നവളെ ഒരു കള്ളച്ചിരിയോടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് വെച്ചു അശോക്. എന്റെ കുശുമ്പി പാറു തന്നെയല്ലേടി നീ? കവളിൽ ചുണ്ട് ചേർത്ത് പറയുന്നവനെ കാണെ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. അതെ ഉറങ്ങണ്ടേ, എന്നെ നിന്നാ മതിയോ? നിനക്ക് നല്ല ക്ഷീണമുണ്ട്. അശോക് കിടന്നു, ഞാനിപ്പോ വരാം. നീ ഇതെങ്ങോട്ടാ? ഇല്ല എങ്ങോട്ടും ഇല്ല, ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്കാ, ഒന്ന് പോയിട്ട് വരാം. നീ മുത്തശ്ശിയെ കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കയറി വന്ന്, ഇനി എന്താ? ഇനി താഴെ വരെ ഈ സ്റ്റെയർ കയറി ഇറങ്ങി നടക്കണ്ടേ? അത് ഇപ്പൊ നീ എങ്ങോട്ടും പോകുന്നില്ല. ഇനിയൊരു മാസം തേച്ചുണ്ടോ സംശയ. ഈ അവസ്ഥയിൽ ചുമ്മാ സ്റ്റെയർ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഗ്രാൻഡ്മയെ കാണേണ്ട വലിയ അത്യാവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. നീതി അവനെന്ന് ചുണ്ടുകൂർപ്പിച്ച് നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ വലിയ ഇഷ്ടമാണല്ലേ, ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ. അതിനെന്താ, എന്റെ ഭാര്യയല്ലേ, അല്ലാതെ വല്ലവന്റെയും പെണ്ണിനെ എടുത്തോണ്ട് പോയില്ലല്ലോ. എടുത്തടിച്ച പോലുള്ള അവന്റെ മറുപടിയിൽ അവന്റെ മുഖത്തേക്കൊന്ന് മിഴിച്ചു നോക്കിക്കൊണ്ട് ആരോട് പറയാനെന്ന മട്ടിൽ ബെഡിലേക്ക് ചെന്ന് കിടന്നു. ഒരു കള്ളച്ചിരിയോടെ അശോക് അവളുടെ പുറകെ ചെന്ന് അവളെയും ഇറുകെ പിടിച്ച് കിടന്നു. രാവിലെ അശോക് ഓഫീസിലേക്ക് പോയത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, മുത്തശ്ശിയുടെ മോള് ഭർത്താവിനെ ഓഫീസിലേക്ക് യാത്രയാക്കിയോ? അശോക് പോയി മുത്തശ്ശി. പിന്നെ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മുത്തശ്ശിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിധി പറയുന്ന കേട്ട് അരുന്ധതി അവളെ സംശയത്തോടെ നോക്കി. ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഇന്നലെ എന്തിനാ മുത്തശ്ശി കരഞ്ഞേ? തന്നെ നോക്കി കുറുമ്പോടെ പറയും നിധിയെ കാണെ ഒരു പുൻചിരിയോട് അവിടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കവിലും തലോടി. ആര് പറഞ്ഞു മുത്തശ്ശി കരഞ്ഞെന്ന്? സന്തോഷം കൊണ്ടാ. മാസങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ ഇരുട്ടിൽ കഴിഞ്ഞുകൂടി എൻ്റെ മോനെ നീയല്ലേ ഞങ്ങൾക്ക് തിരികെ തന്ന്. നിങ്ങളുടെ സന്തോഷം എന്നും നിലനിൽക്കാനുള്ള പ്രാർത്ഥനയാ എനിക്ക്. ഇതൊന്നും കാണാൻ എൻ്റെ സരസ് മോനില്ലാത്ത വേദനയും. അവനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ചടങ്ങ് ഇതിനേക്കാൾ ഗംഭീരാവുമായിരുന്നു. ഈശ്വരൻ അങ്ങനെ ഒരു വിധി നമുക്ക് നൽകിയിട്ടുണ്ടാവില്ല. നിറഞ്ഞ മിഴികൾ തുടച്ചു നീക്കിക്കൊണ്ട് പറയുന്ന അരുന്ധതിയെ കാണെ നിധിയുടെ മുഖത്തും വല്ലാത്തൊരു നിരാശ പടർന്നു. ഇനി മോൾ അതോർത്ത് വിഷമിക്കണ്ട. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഇനി വരാനിരിക്കുന്ന ഓർത്ത് സന്തോഷിക്കേ. പിന്നെ മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞത് മറ്റൊന്നുമല്ല, ഞാൻ കുറച്ച് നേർച്ചയും വഴിപാടുകളെല്ലാം നേർന്നിരുന്നു. അതിനുവേണ്ടി അശോകിനെയും കൂട്ടി ഗുരുവായൂർ വരെ ഒന്ന് പോകണം. നിനക്ക് വേണ്ടി ആയതുകൊണ്ട് അവൻ വരാണ്ടിരിക്കില്ല. എന്നാലും മോളോട് അവനോടൊന്ന് സംസാരിക്കണം. ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്തവനാ. മോളെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഈ സമയത്ത് ഇനി ഒരു ദൂരയാത്ര വേണ്ട, അതാ. ഇനി പ്രസവത്തിന് ഇപ്പം അധികം ഇല്ലല്ലോ, 1 മാസം തികഞ്ഞാലായി, അത്രയേ ഉള്ളൂ. കുഞ്ഞുകൂടെ വന്ന അവൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെയും കൊണ്ട് ചിലപ്പോൾ അങ്ങ് US-ലേക്കും പോവും. പിന്നെ അവനെ മഷിയിട്ട് നോക്കിയാൽ പോലും എത്തിക്കാൻ പാടാ മോളെ. നിധി ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശിയെ നോക്കി. എൻ്റെ മുത്തശ്ശി ടെൻഷനാവണ്ട, അശോകിനോട് ഞാൻ പറഞ്ഞോളാം. ഇനി എന്തെങ്കിലും എതിർത്താൽ തന്നെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു മുത്തശ്ശി. എന്നാ മോൾ അവനോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എത്രയും പെട്ടെന്ന് പോയി വന്നാൽ അത്രയും ടെൻഷൻ വേണ്ട. അല്ലെങ്കിൽ മോളുടെ ഡേറ്റ് അടുത്ത് പോയി ഒരു സമാധാനം കിട്ടില്ല, അതാ. ശരിയാ മുത്തശ്ശി, അശോകിനോട് ഞാൻ വൈകിട്ട് തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അത് പിന്നെ എനിക്കറിയില്ലേ. പിന്നെ മോളോടൊരു കാര്യം ചോദിക്കാൻ മറന്നു. മോളുടെ ആ കൂട്ടുകാരി, അവൾ ഇന്നലെ വന്നില്ലാലോ? അരുന്ധതിയുടെ ചോദ്യത്തിലൊന്ന് വിളറി വിളത്തെങ്കിലും അത് മറച്ചു വെച്ചു ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശിയെ നോക്കി. അത് പിന്നെ മുത്തശ്ശി, അവൾക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞു. അവളൊരു നേഴ്സാണല്ലോ അല്ലേ, തിരക്ക് കാണും. ഒന്ന് മൂളിക്കൊണ്ട് മറുപടി ഒതുക്കി അവൾ. പെട്ടെന്ന് ഫോണിലേക്ക് നീനുവിൻ്റെ മെസ്സേജ് വന്നു. ഫോണിലേക്ക് മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഡോറിനടുത്തെത്തിയതൊന്ന് തിരിഞ്ഞു നോക്കി. മുത്തശ്ശി, അധികം വൈകാൻ മുത്തശ്ശിക്ക് ഞാനൊരു സർപ്രൈസ് തരും. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ നീലും കൂടെ. എൻ്റെ മുത്തശ്ശിക്ക് അത്രയും വിലപ്പെട്ടൊരു സർപ്രൈസ്. ഒരു നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞ് നിധി അവിടുന്ന് പോയതും ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ അവൾ പോകുന്ന നോക്കി നിന്ന് മുത്തശ്ശി. 2 ദിവസം പതിവ് പോലെ കടന്നുപോയി. ഇതിനിടയ്ക്ക് മുത്തശ്ശി പറഞ്ഞ ആവശ്യം അശോകിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നിധി വല്ലാതെ പാടുപെട്ടു.
ഒരുവിധ അവസാനം അവളുടെ പിണക്കത്തിനും വാശിക്ക് മുന്നിൽ പോവാമെന്ന് സമ്മതിച്ചു അവൻ. പോവാൻ തയ്യാറായി കണ്ണാടിക്കുമ്പിൽ തന്നെ ഒന്ന് നോക്കവരും ചെയ്യാതെ മുടി ചെയ്യുന്നവനെ നോക്കി ഒരു കള്ളച്ചിരിയോട് അടുത്തേക്ക് ചെന്ന് നിധി. ആളിപ്പോഴും വലിയ ഗൗരവത്തിലാണ്, മറ്റൊന്നുമില്ല. ഈ സമയത്ത് തന്നെ എവിടെയാക്കി അത്രയും ദൂരം പോകുന്ന ഓർത്തിട്ടാണ്. അശോക് വിളിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്നോട് പിണക്കാണ് അശോക്? ദേ, എനിക്ക് നമ്മുടെ കുഞ്ഞിനും വേണ്ടിയല്ലേ, പ്ലീസ്. അശോക് അവളെ തുറപ്പിച്ചൊരു നോട്ടം പറഞ്ഞു. ദേ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാനാണെങ്കിൽ അശോക് പോകണ്ട. ദൈവകാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സ് അത്രയും സംതൃപ്തിയോടെ ചെയ്യണം, ഇല്ലെങ്കിൽ ഫലം കാണില്ല. ഒരു നിരാശയോടെ പറഞ്ഞ് മുഖം തിരിക്കുന്നവളെ കാണെ അശോക് അവളുടെ മുഖം തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നിനക്കോ നമ്മുടെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല നിധി. ഈ അശോക് നിന്റെ കൂടെയുള്ളപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിധി നിനക്ക്? എനിക്കറിയാം അശോക്, എന്നാലും ദേ മുത്തശ്ശി അത്രയും പറഞ്ഞല്ലേ, നമുക്ക് വേണ്ടിയല്ലേ അശോക്. എനിക്കറിയാം അശോകിനെ എന്നെ ഇവിടെ ആക്കി പോകുന്നോണ്ടല്ലേ ടെൻഷൻ. ഇപ്പൊ പോയ രാത്രിയാകുമ്പോൾ നിങ്ങളിങ്ങ് എത്തില്ലേ, പിന്നെന്താ? അതുവരെ എനിക്കോ നമ്മുടെ കുഞ്ഞിനോ ഒന്നും പറ്റില്ല. പിന്നെ ഇവിടെ അമ്മയും ആന്റിമാരൊക്കെ ഇല്ലേ, പിന്നെന്താ അശോക്? നീ പറഞ്ഞൊക്കെ ശരിയാ നിധി, പക്ഷെ എനിക്കെന്തോ ദേ ഒന്നുമില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുക. അപ്പം ഇനി ഒന്നും പറയണ്ട. മുത്തശ്ശി അശോകിനെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. വാ അശോക്. ഓക്കെ. പറയുന്നതോടൊപ്പം അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു അശോക്. പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോയേക്കരുത്. അതുപോലെ മാലിന്യപ്പിച്ച് സ്നേഹത്തോടെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ പോലും വാങ്ങി കഴിച്ചേക്കരുത്. എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് മാത്രം പറഞ്ഞാൽ മതി. ആ കാര്യത്തിൽ എൻ്റെ അശോക് ഒന്നും കൊണ്ടും ടെൻഷനാവേണ്ട. മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എൻ്റെ മോൻ സന്തോഷമായിട്ട് ചെല്ലി. ഒരു പുൻസിരിയോടെ പറഞ്ഞ് അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് നിധി താഴേക്ക് നടന്നു. താഴേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു അശോകിനെ കാത്തിരിക്കുന്ന മുത്തശ്ശി. ഗ്രാൻഡ്മ. ആ, നീ വന്നോ? എന്നാ ഇനി വൈകിക്കേണ്ട, പോവാം നമുക്ക്. പിന്നെ മോളെ നിധി, ഇന്നെൻ്റെ ചേച്ചിയുടെ മോളുടെ മകൻ്റെ വിവാഹ. ഇവിടുന്ന് പിള്ളേരെല്ലാം അങ്ങോട്ട് പോകും. നിനക്ക് കൂട്ടായിട്ട് സരസ്വതിയും രേണുകയും ഉണ്ടാവും ഇവിടെ. പിള്ളേരുടെ കൂടെ മാലിന്യം പോകുന്നുണ്ട്. ഇവനൊരുവിധം സമ്മതിപ്പിച്ച് കിട്ടിയതാ. ഇനി എന്തായാലും ഈ യാത്ര മുടക്കുന്നില്ല. എന്താവശ്യമുണ്ടെങ്കിലും സരസ്വതിയോട് പറഞ്ഞേക്ക്. ശരി മുത്തശ്ശി. ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞ് അശോകിന്റെ മുഖത്തേക്ക് നോക്കി നിധി. ആ മുഖത്ത് ഇപ്പോഴൊരു ചെറിയ ടെൻഷനുള്ള പോലെ. എങ്കിലും അശോക് അത് പുറത്താണിക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഒരു നിമിഷം പുറകിലേക്ക് നോക്കിയതും നിറവയറിൽ കൈവച്ച് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളെ കാണെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ നെറ്റിയിൽ ആർദ്രമായി ഒന്നുകൂടെ ചുണ്ടുകൾ ചേർത്തു. നിധി അവന്റെ കൈകളൊന്ന് ഇറുക്കെ പിടിച്ചു. ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ ഒരു പുഞ്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു. കൈലാസത്തിൽ നിന്ന് അശോകിന്റെ കാർ അകന്നു പോകുന്ന ഒരു നേർത്ത പുഞ്ചിരിയോടെ നോക്കി നിന്നു നിധി. മോളെ വാ, കുറച്ചേരം റെസ്റ്റ് എടുക്ക്. കാലിലേക്ക് നീര് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം. ഈ ഒരു മാസം തേക്കുന്നൊന്നും തോന്നില്ല. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു സരസ്വതി. സരസ്വതിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോഴും ഇവിടുന്ന് എങ്ങനെ അമ്മയോട് പറഞ്ഞു പുറത്തുപോയെന്ന ചിന്തയായിരുന്നു നിധിയിൽ. മുത്തശ്ശിയോട് ചോദിച്ചറിഞ്ഞ് അന്ന് അശോകനെ കൊണ്ടുപോയ സ്വാമിയുടെ അടുത്തേക്ക് സരസിനെയും ചികിത്സ കൊണ്ടുപോകാന്ന് കരുതി അവിടുത്തെ നമ്പരെല്ലാം വാങ്ങി വിളിച്ച് സംസാരിച്ചതാണ്. മുത്തശ്ശിയോട് തന്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി എന്ന് പറഞ്ഞ നമ്പരെല്ലാം വാങ്ങിയത്. അവിടെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സരസിനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത്. പോകും മുമ്പ് അവരെ ഒന്ന് കാണണം. അശോകിനെ തിരികെ കിട്ടിയതുപോലെ സരസിനെയും പെട്ടെന്ന് പഴയതുപോലെ കിട്ടിയെങ്കിൽ എല്ലാം പെട്ടെന്ന് കലങ്ങി തെളിയും. രാജവർമ്മ എന്ന ചതിയന്റെ മുഖം മൂടിയും. ഇവിടുന്ന് എന്തു പറഞ്ഞ ഒന്ന് പുറത്തിറങ്ങിയ പല ചിന്തയോടെ നിധി സെറ്റിയിലിരുന്നു. ഫോൺ റിങ് ചെയ്തതും അവൾ ഫോൺ എടുത്തു. ഡിസ്പ്ലേയിൽ നീലുവിന്റെ നമ്പർ കണ്ടതും ഒരു പുഞ്ചിരിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു. ഹലോ നീലു. നിധി. നീല, നിങ്ങളെപ്പോഴാണ് ഇറങ്ങുന്നേ? നിധി അവിടുന്ന് സരസിനെ കൊണ്ടുപോയി ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തുന്നാ പറഞ്ഞേ. ഞങ്ങളും കൂടെ പോവാന്ന് കരുതി. അവൻ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല നിധി. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മരണത്തിന്റെ മുമ്പിൽ നിന്ന് തിരികെ കിട്ടിയതായിരിക്കും അവന്. ഇനിയും അവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് കാര്യങ്ങളെല്ലാം കേട്ട് സ്വാമി സമ്മതം പറഞ്ഞിട്ടുണ്ട്. നീ വിഷമിക്കാതെ നീലു, എല്ലാം പെട്ടെന്ന് ശരിയാവും. എൻ്റെ അശോകിനെ തിരികെ കിട്ടിയതുപോലെ സരസിനെയും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടും. എന്തായാലും നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും പറ്റുവാണെങ്കിൽ ഞാനും വരാം. അയ്യോ, അതൊന്നും വേണ്ട നിധി. അശോക് ഇല്ലാത്ത മാത്രമല്ല മാസം കഴിഞ്ഞ് നിൽക്കുക നീ. ഇന്നോ നാളെയൊന്നും മട്ടില്ല. ഈ സമയത്ത് നീ തനിച്ച് വരേണ്ട. ഇല്ല നീലു, എനിക്ക് സരസിനെ ഒന്നുകൂടെ കാണണം. അവൻ്റെ അശോകിൻ്റെ കുഞ്ഞിനെ കാണാൻ അവൻ തിരികെ വരണം. അമ്മ സമ്മതിക്കുമെന്നറിയില്ല. ഏതായാലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറ്റുമോ നോക്കട്ടെ. നിധി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല നീലു, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ വരാൻ പറ്റുമോ നോക്കട്ടെ. അതും പറഞ്ഞ് നിധി ഫോൺ ഓഫ് ചെയ്തു. ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്താൻ എന്ത് ചെയ്യുന്നറിയാതെ ഒരു മുഷിച്ചിലോടെ ചുരിദാറിന്റെ ഷോൾ ഞെരിച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞതും ഒരു കരച്ചിലോടെ പുറത്തേക്ക് പോകാനൊരുങ്ങുന്ന രേണുകയെ കണ്ട് നിധി സംശയത്തോടെ സെറ്റിയിൽ നിന്ന് എണീറ്റു. അവരുടെ പുറകെ വേവലാതിയോടെ സരസ്വതിയും വരുന്നുണ്ട്. ആന്റി, എന്താ ആന്റി ഇതിനെ കരയുന്നേ? അമ്മ, ആന്റിക്ക് എന്ത് പറ്റി? മോളെ, അത് രേണുകയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു.
രേണുകയുടെ അമ്മയ്ക്ക് എന്തോ പൊള്ളലേറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കുക. അയ്യോ, എങ്ങനെയാ? അടുക്കളയിൽ കുക്കർ എന്തോ പൊട്ടിത്തെറിച്ചെന്നാ പറഞ്ഞ് രേണുക ഹോസ്പിറ്റലിലേക്ക് പോവാ. സരസ്വതി അത് പറഞ്ഞുകൊണ്ട് രേണുകയുടെ പുറകെ ചെന്നു. മനോഹരനെ വിളിച്ച് വരാൻ പറഞ്ഞതും അയാൾ ഡ്രൈവറോട് പറഞ്ഞ് കാറെടുത്ത് മുറ്റത്തേക്ക് വന്നു. പെട്ടെന്ന് എന്തോ ഓർത്തു. അമ്മേ, അല്ല, ഈ അവസ്ഥയിൽ ആൻറ്റി ഒറ്റയ്ക്ക് വിടണോ? കൂടെ ആരെങ്കിലും ഇവിടുന്ന് പോകണ്ടേ? നീ എന്താ നിധി പറയുന്നേ? ഇവിടെ ഇപ്പം നമ്മളല്ലാതെ വേറെ ആരുമില്ല. അമ്മയും അശോകും പോയി, ബാക്കിയുള്ളവർ കല്യാണത്തിനും പോയി. രാജേട്ടനാണെങ്കിൽ 3 ദിവസമായിട്ട് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞതുവരെ തിരികെ വന്നിട്ടില്ല. അല്ല, അമ്മയ്ക്ക് കൂടെ ആൻറ്റിയുടെ കൂടെ പോയിക്കൂടെ? മോളെ, നീ എന്തൊന്നും അറിയാത്ത പോലെ. ഞാൻ കൂടെ പോയാൽ പിന്നെ നിന്റെ കൂടെ ഇവിടെ ആരാ നിധി? സരസ്വതിയുടെ ചോദ്യത്തിലൊന്നും പതിരെങ്കിലും അത് മറച്ചു വെച്ചൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി നിധി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.